ഹായ് ഗായ്സ്, ഇനി ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. നമ്മുടെ അലമാര ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരു സാധനം എനിക്ക് കിട്ടി. അതാണ് ഈ കാണുന്ന ഒരു കുഞ്ഞു ക്യൂട്ട് ഗിഫ്റ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തോ ഒരു ക്ലൂ ആണ്. ആദ്യമേ ഇത് എൻ്റെ ലുട്ടാപ്പി കുട്ടിക്കെന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് ക്ലൂ ആണ്, ഇങ്ങോട്ടാണ് അടുത്ത ഗിഫ്റ്റ് ഇരിക്കണേന്നാണ്. പക്ഷേ ഇതല്ലായിരുന്നു സ്റ്റാർട്ടിങ്. ഞാനിത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാർഡ്രോബ് തുറന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു, ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പം നെക്സ്റ്റ് ക്ലൂ ഓപ്പൺ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെയല്ല സ്റ്റാർട്ടിങ്, വേറൊരു സ്ഥലത്താണ് സ്റ്റാർട്ടിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ക്ലൂ ഇരിക്കുന്നത് ഞങ്ങളുടെ ഈ ഫോട്ടോയുടെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഫോട്ടോ ഒന്ന് എടുത്തേക്കാം. ഇതേ ഇരിക്കുന്നു ഗിഫ്റ്റ്. ഇതെന്താണെന്ന് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് കിട്ടുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സാധാരണ എന്നെ ഇങ്ങനെയൊന്നും സർപ്രൈസ് ചെയ്യാത്തതാണ്. അല്ലാണ്ട് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും, പക്ഷേ സർപ്രൈസായിട്ട് അങ്ങനെ റെയറായിട്ട് കിട്ടാറുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു കോമ്പാണ്. അപ്പോൾ അടുത്ത ക്ലൂ ഇതിനകത്ത് തന്നെയുണ്ട്. പണ്ട് എനിക്ക് സ്നേഹിച്ചുകൊണ്ട് നടന്നപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ടെഡി ബിയറാണ് ഈ കിടക്കുന്നത്. എനിക്ക് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണിത്. ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല. ഞാൻ ജസ്റ്റ് വർക്ക് കഴിഞ്ഞ് വന്നു, അലമാര തുറന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരു ഗിഫ്റ്റിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കണ്ടല്ലോ, നെക്സ്റ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതല്ല സ്റ്റാർട്ടിങ് ഫോട്ടോയിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോയിൽ നിന്ന് തുടങ്ങി അടുത്ത ഐറ്റമാണ് ഈ കാണുന്നത് ക്യൂട്ടായിട്ടുള്ള ഐറ്റം. ഇതൊരു നെയിൽ പോളിഷ് ആണെന്ന് തോന്നുന്നു. എനിക്ക് സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ലേഡീസ് സ്റ്റോറിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തരുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കിത് സർപ്രൈസ് തന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് ഇങ്ങനെ അത്യാവശ്യം ഇച്ചിരി വാല്യൂ ഉള്ള ഐറ്റംസ് ആയിരുന്നു. ഇത് ഗോൾഡ്, ഫോൺ, അങ്ങനത്തെ ഐറ്റംസൊക്കെ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ്. എനിക്ക് അതിലൊക്കെ ഉപരി ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനം കിട്ടുന്നതാണ്. കാരണം ഇത്രയും ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി ഒരു എഫേർട്ട് എടുത്തല്ലോ, അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം എന്താന്ന്. താഴെ പോയി ഗൈസ്. അപ്പോൾ അതേ അടുത്ത ഗിഫ്റ്റ് ഓരോന്നിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കുഞ്ഞുവാവയ്ക്ക്, ഞാൻ തന്നെയാണ് കുഞ്ഞുവാവ. അപ്പം അടുത്ത ഐറ്റം ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള നെയിൽ പോളിഷാണ്. എനിക്ക് സെയിം കളർ ഉണ്ട്, പക്ഷെ എന്നാലും കൊള്ളാം. അലമാരയുടെ പുറകിലുള്ള സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ നോക്കുക. അപ്പോൾ അതേ നെക്സ്റ്റ് ഐറ്റം കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇതെൻ്റെ സുന്ദരിക്കുട്ടിക്ക്, ഞാൻ തന്നെയാണ് സുന്ദരിക്കുട്ടി. അടുത്ത ക്ലൂ നോക്കുക. കട്ടിലിൻ്റെ അടിയിൽ ക്യാമ്പസ് ഷൂവിൻ്റെ ബോക്സിൽ നോക്കുക. ഇതിലും എഗെയിൻ എന്തോ ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഹെയറിലിടുന്ന എന്തോ ആക്സസറിയാണ്. എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ അടുത്ത സാധനം ഇതാണ്. യെസ്, കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു 3 പീസ് സെറ്റാണ്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ കുറച്ച് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അടുത്തെന്താ, AC-യുടെ സ്റ്റെബിലൈസറിൻ്റെ മുകളിൽ കൈവച്ച് നോക്കുക. കട്ടിലിൽ കയറി നിന്നാൽ മതി. അപ്പോൾ അതേ കൈ വെച്ച് നോക്കി സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ശരിക്കും റീൽസിലൊക്കെ കാണത്തില്ലേ? റീൽസിലൊക്കെ നമ്മളിങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ടൈപ്പ് അല്ലാത്തതുകൊണ്ട് എല്ലാം വാങ്ങിച്ചൊക്കെ തരും, പക്ഷെ അങ്ങനത്തെ ഒരു ടൈപ്പല്ല. ഇതെന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആക്കി. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള കമ്മലാണ്. കൊള്ളാമല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ എടുക്കാൻ അറിയാമോ എന്നാണ് എൻ്റെ സംശയം. കൊള്ളാം, നല്ല സെലക്ഷനുണ്ട്. ഇതെൻ്റെ മുത്തുക്കുട്ടിക്ക്, അത് ഞാൻ തന്നെയാണ്. അടുത്തത് മുകളിലിരിക്കുന്ന കപ്പിൻ്റെ ഉള്ളിൽ നോക്കുക. അത് ഞാൻ നോക്കിയിട്ടാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്, ഈ ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബോ കിട്ടിയത്. അപ്പം നെക്സ്റ്റ് ക്ലൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിൻ്റെ IQ ഫോണിൻ്റെ കവർ തുറന്ന് നോക്കുക, അലമാരയിലുണ്ട്. അപ്പോൾ ഇതെൻ്റെ ലുട്ടാപ്പി കുട്ടിക്കാണ്. ഇങ്ങനെ ഓരോരോ പേര് എനിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ എഗെയിൻ ഒരു മെഹന്തിയാണ്. അത് ഞാൻ മെഹന്തി ആർട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ മെഹന്തി എനിക്ക് ഇങ്ങനെ കുറേ തരുന്നത്. ഷുട്ടുവാവക്ക്, ഞാനാണ് ഷുട്ടുവാവ. ഇനി അലമാരയുടെ ഉള്ളിൽ പച്ച ഫയലിൻ്റെ ഉള്ളിൽ നോക്കാം.
ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നെക്ക് പീസാണ്. ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ്. ഇത് താങ്ക് യു. ഇതാണ് ഫൈനൽ ഗിഫ്റ്റ്. ഇതെൻ്റെ പൊന്നിന് ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റൊക്കെ തരുന്നത്. സ്നേഹിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ഗിഫ്റ്റ് തരും, അത് ചോക്ലേറ്റ് ബോക്സ് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ഇതെനിക്ക് ശരിക്കും സർപ്രൈസായി. എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് എല്ലാ സാധനങ്ങളും. എനിക്ക് വേണ്ടി എടുത്ത എഫേർട്ടിനെയാണ് ഞാൻ പറയുന്നത്. സാധനങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്, പക്ഷെ അതിനൊക്കെ എനിക്ക് നല്ല വാല്യൂ ഉണ്ട്. ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഒരു ലേഡീസ് സ്റ്റോറിൽ പോയി കാണുമല്ലോ, അപ്പം അത് താങ്ക് യു സോ മച്ച് ഇത്ര എഫേർട്ട് എടുത്തതിന്. അപ്പോൾ എനിക്ക് ഇന്നും കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ കിട്ടിയ നെക്ക് ചെയിനാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് വാങ്ങിക്കണമെന്ന് കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഓർത്ത് വെച്ച് വാങ്ങിച്ചു തരുമെന്ന് ഞാൻ ഓർത്തില്ല. സാധാരണ ഞങ്ങൾ ഒരുമിച്ചാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് തനിയെ പോയി ഷോപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ആൻറ്റി ടാർണിഷ് ജ്വല്ലറി വാങ്ങിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഷോപ്പിൽ പോയി ആൻറ്റി ടാർണിഷ് എന്നൊക്കെ ഓർത്ത് വെച്ച് അത് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് ഫസ്റ്റ് വൺ ഈ കാണുന്നൊരു ഇയറിംഗ് ആണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. എൻ്റെ ടീഷർട്ടിനൊക്കെ മാച്ചിങ് ആണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഈ കാണുന്നൊരു ബാങ്കിളാണ്. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടൊക്കെ നമുക്ക് ഇടാം. ബ്ലാക്കിൻ്റെയൊക്കെ കൂടെ നല്ലപോലെ സ്യൂട്ടാകും. പിന്നെ വരുന്നത് ഈ കാണുന്നൊരു ബാങ്കിളാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഒരു ബാങ്കിൾ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഗിഫ്റ്റാണ് ഇന്ന് എനിക്ക് തന്നത്. അപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ഗൈസ് ഇന്നും കിട്ടിയിട്ടുണ്ട്. ഇന്നും വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് തന്ന കഥാനായകൻ വന്നിരിക്കുകയാണ്. ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നേക്കുവാണ്. അപ്പോൾ ഈ കൊച്ചാണ് എനിക്ക് ഗിഫ്റ്റ് എല്ലാം തന്നത്. എനിക്ക് ആദ്യമായിട്ട് തന്ന സർപ്രൈസ്. ആദ്യമായിട്ടല്ല, എഫേർട്ട് എടുത്ത് തന്ന സർപ്രൈസാണ്. ഇത്രയും എഫേർട്ട് എടുത്ത് തന്ന സർപ്രൈസാണ്. ഈ കുട്ടിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് സർപ്രൈസ് തരുന്നത്. അപ്പോൾ താങ്ക് യു.